ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1, യു ഹാവ് റീഡ് എൻജോയ് ദ സ്റ്റോറി എ ഡോൾസ് ജേണി. എ ഡോൾസ് ജേണി എന്ന സ്റ്റോറി നമ്മൾ വായിച്ചു എൻജോയ് ചെയ്തു അല്ലേ. ദർ ആർ ന്യൂമറസ് ലെറ്റേഴ്സ് ദാറ്റ് കാഫ്ക റോട്ട് ടു ദ ഗേൾ. കാഫ്ക ആർക്ക് എഴുതി? ഗേളിന് ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. പ്രീറ്റെൻഡിങ് ടു ബി ദ ഡോൾ, ദ ഗേൾ ഹാസ് ഡിസൈഡഡ് ടു റൈറ്റ് എ റീപ്ലൈ ടു ദ ഡോൾ. അങ്ങനെ ഗേൾ എന്ത് ആലോചിച്ചു? ഇതിന് റീപ്ലൈ കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു റീപ്ലൈ ലെറ്റർ എഴുതുകയാണ്. റൈറ്റ്, പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. ആ ലെറ്ററാണ് നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, പ്ലേസ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഒരു സല്യൂട്ടേഷൻ പോലെ ഡിയർ ഡോൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. I was so thrilled to believe that you were writing to me from all the amazing places you have been. എന്താണ്? നീ എഴുതിയ എല്ലാ ലെറ്റേഴ്സിൽ നിന്നും ഞാൻ ഒരിക്കലും ഭയങ്കര ത്രില്ലിലാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇങ്ങനെ എഴുതുമെന്ന്. ഞാൻ ഭയങ്കര ത്രില്ലിലാണ് നീ എഴുതിയ ഓരോ അമേസിങ് ലെറ്റേഴ്സിലെയും ഓരോ വാക്കുകളും. അഥവാ നീ യാത്ര പോവുകയാണല്ലേ, അപ്പോൾ ആ യാത്രയിലെ ഓരോ അമേസിങ് പ്ലേസിനെ കുറിച്ചിട്ടും നീ എഴുതുന്നത് എനിക്ക് ഭയങ്കര ത്രില്ലായിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് യു ഓൺ യുവർ അഡ്വഞ്ചേഴ്സ്. എന്താണ്? എനിക്ക് തോന്നുന്നത് നിന്റെ ഓരോ അഡ്വഞ്ചേഴ്സ് ഈ ജേണിയിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം സോ ഗ്ലാഡ് യു ആർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം ട്രാവലിംഗ് ആൻഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് നീ ഇങ്ങനെ ഓരോ യാത്രയിലും പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നതും ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള ടൈം നിന്റെ ട്രാവലിലൂടെ ചെലവഴിക്കുന്നതിലുമൊക്കെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷമാണ്. ഐ ഹാവ് മിസ്ഡ് യു സോ മച്ച് സിൻസ് യു ലെഫ്റ്റ്. ആക്ച്വലി എന്താണ്, നീ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്തിരുന്നു. ബട്ട് നോയിങ് യു ആർ ഹാപ്പി മേക്സ് മീ ഹാപ്പി ടു. എന്താണ്? ആക്ച്വലി നീയും ഹാപ്പിയാണ്, ഇപ്പോൾ നീ എന്നെയും ഹാപ്പി ആക്കുന്നുണ്ട്. പ്ലീസ് കീപ് റൈറ്റിംഗ് ടു മീ ആൻഡ് ടെല്ലിങ് മീ ഓൾ അബൌട്ട് യുവർ ജേർണി. എന്താണ്? നീ ലെറ്റർ എഴുതുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നോളൂ. നിന്റെ ഓരോ ജേണിയെ കുറിച്ചിട്ടും എനിക്ക് അറിയാനും ഭയങ്കര ആഗ്രഹമുണ്ട്, നീ എന്നോട് പറയണം. ഐ കാൺ വെയിറ്റ് ടു ഹിയർ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. എന്താണ്? എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, എന്താണ് ഇനി അടുത്തത് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഐ കാൺ വെയിറ്റ് ടു ഹിയർ, എനിക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, എന്താണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. വിത്ത് ലവ് ആൻഡ് ഹഗ്സ് ദ ഗേൾ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഇതല്ല, ഏതെങ്കിലും ലെറ്റർ വന്നാലും ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം, അത് ആദ്യം എഴുതണം. അതിനുശേഷം എന്താണോ കണ്ടന്റ് തന്നിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. Ricky tells his best friend Robin about the robot that his father bought. എന്താണ്? റിക്കി, നമുക്കറിയാം റിക്കി അല്ലേ, നമ്മുടെ വൈറസ് റോബോട്ട് എന്ന പാഠഭാഗത്തിലെ. അപ്പോൾ റിക്കിയുടെ കൂട്ടുകാരനായ റോബിനോട് ആ റോബോട്ടിനെ കുറിച്ചിട്ട്, അവൻ്റെ പപ്പ വാങ്ങിയ റോബോട്ടിനെ കുറിച്ചിട്ട് പറയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. ഇപ്പോൾ റിക്കിയും റോബിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ദ റോബോട്ട് ഡിഡ് ഇൻ ദ ഹോം ബ്രോട്ട് മൈ ഫാദർ. ഇപ്പോൾ റോബിൻ്റെ അടുത്ത് റിക്കി പറയാണ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന റോബോട്ട് എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ റോബിൻ, ഈസ് ഇറ്റ്? ശരിയോ? റിക്കി, ഹി ഡിഡ് എവ്രി ഹൗസ് ഹോൾഡ് ചോഴ്സ്. അവൻ എല്ലാ വീട്ടിലെ പണികളും ചെയ്യും. ഐ വാസ് വെരി കെയർലെസ് അബൌട്ട് മൈ ബിലോങ്ങിങ്സ് ത്രൂ ദ തിങ്സ് ഹിയർ ആൻഡ് ദർ. എന്താണ്? ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും മടക്കി പെറുക്കി വെക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. ഞാൻ അതിലൊന്നും ഒരു കെയർ ചെയ്യാറില്ല, കെയർലെസ് ആണ്. ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇട്ടുപോകുന്ന ഒരു സ്വഭാവമാണ്. ബട്ട് ഐ വണ്ടർ വെൻ ഐ സീ ദ റോബോട്ട് ക്ലീൻ മൈ റൂം. പക്ഷേ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു ആ റോബോട്ട് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ. റോബിൻ, റിയലി? ശരിക്കും? വാട്ട് എ വണ്ടർഫുൾ ഡിവൈസ്. ഓ, എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ഡിവൈസാണ് എന്ന് പറയാൻ അല്ലേ. അപ്പോൾ റിക്കി പറയാണ്, അബ്സല്യൂട്ട്ലി നോട്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നല്ല, ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രാംഡ് വെൽ. ആക്ച്വലി അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടൊന്നല്ല എന്ന് പറയാണ്. റോബിൻ, വാട്ട്? എന്ത്? യു മീൻ മിസ് പ്രോഗ്രാംഡ്? വാട്ട് ഹാപ്പൻ? നീ ഉദ്ദേശിക്കുന്നത് മിസ് പ്രോഗ്രാം ആണെന്നാണോ? എന്താണ് സംഭവം? റിക്കി പറയാണ്, ഐ നോട്ടീസ് ദ റോബോട്ട് സ്റ്റോൾ മൈ ക്ലോത്ത്സ്. എന്താണ്? റോബോട്ട് എൻ്റെ ക്ലോത്തൊക്കെ എങ്ങോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കട്ടെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ബട്ട് മൈ ഫാദർ ഡിസഗ്രീഡ്
ടു ഗെറ്റ് റൈഡ് ഓഫ് ദ റോബോട്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫാദറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഫാദർ അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തത്. ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദ റോബോട്ട് ഈസ് പ്രോഗ്രാംഡ് മാക്സിമം എഫിഷ്യൻ്റ്ലി. പിന്നെ ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് റോബോട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണെന്നാണ് എനിക്ക് ലാസ്റ്റ് മനസ്സിലായത്. റോബിൻ, ഓ വണ്ടർഫുൾ. റിക്കി, ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി എ മാക്സിമം എഫിഷ്യൻ്റ് ബോയ്. ഞാനും റോബോട്ടിനെ പോലെ ഭയങ്കര മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ട് മാറും. റോബിൻ, മീ ടു, ഞാനും എന്ന് പറയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് റോബിനും റിക്കിയും തമ്മിലുള്ള സംഭാഷണത്തിന് നമ്മൾ എഴുതേണ്ടത്. രണ്ടുപേരും എന്തൊക്കെ കാര്യങ്ങളാണോ പറയാൻ ചാൻസ് ഉള്ളത് അതൊക്കെ നമ്മളിതിൽ എഴുതണം. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3 നോക്കൂ. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോളിൽ നിന്നുള്ള ലെറ്റർ റീഡ് ചെയ്തതിന് ശേഷം ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹിയർ. എന്താണ്, ഗേള് അതിനെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ജിജ്ഞാസയിലായിരുന്നു. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ബട്ട് ദ ഡോൾ ഡിഡിൻറ്റ് ടേൺ അപ്പ്. അവളിങ്ങനെ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരുന്നു, പക്ഷെ അത് വന്നില്ല. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹെർ ഡയറി. അങ്ങനെ അവൾ തീരുമാനിച്ചു അവളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഒരു ഡയറിയിൽ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ റൈറ്റ് ദ ഡയറി എൻട്രി, ആ ഡയറിയാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ വേണം? ഡേ ഉണ്ടായിരിക്കണം, ഡേറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മൺഡേ 28 മെയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയ് 28 മൺഡേയിൽ എഴുതുന്ന ഡയറിയാണ്. അതേപോലെ ഡയറി എഴുതുമ്പോൾ നിങ്ങളും ഡേയും ഡേറ്റും എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, ടുഡേ വാസ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസപ്പോയിൻമെന്റ്. എന്താണ്, ഞാൻ ഇന്ന് വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്, അതുപോലെ തന്നെ കുറച്ച് വിഷമത്തിലുമാണ്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ഡോൾ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ഡോളിൽ നിന്ന് ആ ലെറ്റർ കിട്ടിയതിന് ശേഷമായിരുന്നു. ഷീ ഓൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹെർ അമേസിംഗ് അഡ്വഞ്ചേഴ്സ് ആൻഡ് റീഡിംഗ് ഹെർ ലെറ്റേഴ്സ് മേക്സ് മീ സോ ഹാപ്പി. അവൾ ഓരോ ലെറ്റർ എഴുതുമ്പോഴും അവളുടെ അഡ്വഞ്ചേഴ്സ് ജേണിയെ കുറിച്ചിട്ട് ഓരോ ലെറ്റർ എഴുതുമ്പോഴും എന്താണ്, എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ആൻഡ് റീഡിംഗ് ഹെർ ലെറ്റേഴ്സ് മേക്ക് മീ ഹാപ്പി. എന്താണ്, ആ ലെറ്റർ വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും തോന്നാറുണ്ട്. ഷീ ഈസ് ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ്. അവൾ ആക്ച്വലി എന്താണ്, ലോകത്തിലെ ഒരു ട്രിപ്പിലാണെന്നാണ് പറയുന്നത്. ഐ തിങ്ക് അൺലൈക്ക് മീ ഷീ ഈസ് റിയലി ലക്കി ടു ഹാവ് സച്ച് എക്സ്പീരിയൻസ്. എന്തുകൊണ്ടോ അവൾക്ക് നല്ല ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവൾക്ക് കിട്ടി. ഈവൻ അമിഡ്സ് ആൻഡ് ദിസ് ഹാപ്പൻസ് ഓഫ് നോയിങ് അബൌട്ട് ഹെർ ഐ കാൺ ഹൈഡ് മൈ ഈഗർ ടു സീ ഹെർ. പക്ഷെ എന്താണ്, ഇതൊക്കെയാണെങ്കിലും എനിക്ക് അവളെ കാണാനുള്ള ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. ഡസൻറ്റ് ഷീ നോ ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹെർ. അവൾക്ക് അറിയുമോ ഞാൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഷീ ഈസ് ദ ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. ആക്ച്വലി അവളാണ് എൻ്റെ ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. വിത്ത് ഹൂം ഐ ഷെയർ മൈ ഫീലിങ്സ്. അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ടാണ് ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുക? ഞാൻ അവളായിട്ടാണ് എല്ലാം ഷെയർ ചെയ്യാറ്. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നൗ ഹെർ ആബ്സെൻസ് മേക്ക് മീ ഡിപ്രസ്ഡ്. അവളുടെ ആബ്സെൻസ് ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ നോ ദാറ്റ് ഷീ വിൽ ഓൾസോ ഫീൽ ദ സെയിം ആൻഡ് കം ബാക്ക് സൂൺ. എനിക്ക് തോന്നുന്നത് അവൾക്കും ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആ പെൺകുട്ടിയുടെ ഫീലിങ്സ് എഴുതാനും ചിലപ്പം വരും. ചിലപ്പം ഫീലിങ്സ് ഡയറി ആയിട്ട് എഴുതാൻ വരും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ വരും, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നതായിട്ട് എഴുതാൻ പറയും. അപ്പോൾ അത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ കണ്ടന്റ് സെയിം ആയിരിക്കും. ജസ്റ്റ് അതിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. Then activity number 4, imagine you are a news reporter and you have got an opportunity to talk to Helen Keller's mother, Kate Helen Keller. എന്താണ് കേറ്റ് കെല്ലർ? നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ മദർ ആയിട്ടുള്ള കേറ്റ് കെല്ലറുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വാട്ട് ക്വസ്റ്റ്യൻ വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചോദിക്കാം? ഹൗ ഡു യു ഫീൽ വെൻ യു ഫൗണ്ട് ഔട്ട് ഹെലൻ വാസ് ഡീഫ് ആൻഡ് ബ്ലൈൻഡ്? ഹെലൻ എന്താണ്, ഹെലന് ചെവിയും കേൾക്കില്ല കണ്ണും കാണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ചോദിക്കാം. Did you ever think Helen would be able to learn and communicate like other kids? നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഹെലനും മറ്റുള്ളവരെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലേൺ ചെയ്യാനും ഒക്കെ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? Then, what was the most challenging part of teaching Helen and how did you overcome it? എന്താണ് ഹെലനെ ടീച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ടുള്ള സംഭവം? എങ്ങനെയാണ് നിങ്ങളത് ഓവർകം ചെയ്തത്? Then, how did Helen's siblings ട്രീറ്റ് ഹെർ? എങ്ങനെയാണ് ഹെലൻ്റെ സിബ്ലിങ്സ് ഒക്കെ അവളെ ട്രീറ്റ് ചെയ്യുന്നത്? ആൻഡ് ഡിഡ് ദേ ഹെൽപ്പ് വിത്ത് ഹെർ ലേണിംഗ്? അവരൊക്കെ ഇവളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാം. ദെൻ വാട്ട് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് യു എക്സ്പീരിയൻസ്ഡ് വൈൽ ടീച്ചിങ് ഹെലൻ? ഹെലനെ ടീച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? ഹാപ്പി എക്സ്പീരിയൻസ്, ഹാപ്പി മൊമെന്റ് എന്തായിരുന്നു? ദെൻ
ഹൗ ഡിഡ് യു എക്സ്പ്ലെയിൻ ദ വേൾഡ് ടു ഹെലൻ സിൻസ് ഷീ കുഡിൻ സീ ഹോർ ഹിയർ ഇറ്റ്. ഇപ്പോൾ എലൻ്റെ വേൾഡ് അവൾക്ക് കാണാനും കേൾക്കാനും എന്ന് കഴിയില്ല എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, എന്താണ് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതും, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.